വിവരാവകാശ കമ്മീഷന്മാരുടെ നിയമനത്തിൽ പട്ടിക തിരിച്ചയച്ച് ഗവർണർ. മൂന്നംഗ സർക്കാർ പട്ടികയാണ് ഗവർണർ തിരിച്ചയച്ചത്. തീരുമാനം പരാതികൾ മുൻനിർത്തിയെന്ന് രാജ്ഭവൻ അറിയിച്ചു. ഇവരുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, മൂന്നംഗ പട്ടികയാണ് ഗവർണർ തിരിച്ചയച്ചിരിക്കുന്നത്. രാജ്ഭവൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞത്? ഗവർണറുമായിട്ടുള്ള പോര് തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായ വിവരാവകാശ കമ്മീഷണർമാരുടെ പട്ടിക രാജ്ഭവൻ തിരിച്ചയച്ചിട്ടുള്ളത്. ഇതിൽ രാജ്ഭവൻ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്, ഈ വിവരാവകാശ കമ്മീഷണർമാരുടെ സർക്കാർ നൽകിയ പട്ടികയിൽ വ്യാപകമായി പരാതികൾ ഉയർന്നിരുന്നു. ഈ പലതും ഇഷ്ടക്കാരെ ഇങ്ങനെ തിരികെ കയറ്റുന്നു എന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പട്ടികകൾ ഗവർണർ രാജ്ഭവൻ തിരിച്ചയക്കുന്നത്. തുടർന്ന് തന്നെ ഈ പട്ടികയിൽ അതായത് സർക്കാർ നൽകിയിട്ടുള്ള പട്ടികയിൽ എന്തെങ്കിലും ഈ അഴിമതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള പരാതിയിൽ ആരോപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു കമ്മീഷനെയും നിയമിക്കുമെന്നാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഗവർണറും മുഖാമുഖം നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊടികൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർമാരുടെ സർക്കാർ പട്ടിക രാജ്ഭവൻ തിരിച്ചയച്ചിട്ടുള്ളത്. ഇതിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വി ഹരിയുടെ പേര് കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ അംഗീകാരം നൽകിയിരുന്നു. വിശ്വാസ് മേത്ത, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശ്വാസ് മേത്ത ഈ മാസം അവസാനം വിരമിക്കാനിരിക്കെയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരിന് അംഗീകാരം നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത്. പക്ഷേ ബാക്കിയുള്ള മൂന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പട്ടികയിൽ രാജ്ഭവന് തന്നെ ആശങ്കയുണ്ട്, അല്ലെങ്കിൽ ഗവർണറിന് ഈ പട്ടികയിൽ സംശയമുണ്ട്. നമുക്കറിയാം, സർവകലാശാല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് സർവകലാശാലകളെ VC നിയമനവുമായൊക്കെ ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളും മറ്റും ഉയരുകയും രാജ്ഭവന് അനുകൂലമായിട്ട് സുപ്രീം കോടതി വിധിയൊക്കെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഗവർണറെ ഫോഴ്സ് ചെയ്തുകൊണ്ട്, ഗവർണർക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് സർക്കാർ പല സർവകലാശാലകളിലെയും VC നിയമനത്തിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടി ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിൽ ഉണ്ടാവരുതെന്ന് ഒരുപക്ഷെ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ തീരുമാനിച്ചിരിക്കണം. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ സർക്കാർ നൽകിയ പട്ടിക പുനഃപരിശോധിക്കാനായി തിരിച്ചയച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേര് ഗവർണർ അംഗീകരിച്ചിട്ടുണ്ട്. ഈ പട്ടികയുമായി ബന്ധപ്പെട്ട വ്യാപകമായിട്ടാണ് പരാതികൾ ഉയർന്നത്. ഈ പരാതികൾ നേരിട്ട് രാജ്ഭവനിൽ തന്നെ എത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പരാതികൾ പരിശോധിച്ച് ഇതിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടും കൂടി പട്ടിക തിരിച്ചയച്ചിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ നോമിനികൾ ഗവർണർക്ക് നൽകണം. ഗവർണർ അത് അംഗീകാരം നൽകണം, അല്ലെങ്കിൽ ഗവർണർ ആ നോമിനികളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യതാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഈ സമ്മർദ്ദങ്ങൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങൾ അന്വേഷിച്ചതിന് ശേഷം വേണ്ടി മാത്രമേ ഗവർണർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഘട്ടത്തിലും കൂടിയാണ് ഗവർണർ കാര്യക്ഷമമായി ഈ വിഷയങ്ങൾ ഇടപെടുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യമായ ഇടപെടൽ തന്നെയാണ് ഗവർണറുടെ ഭാഗത്തിനുണ്ടായത്, രാജ്ഭവന്റെ ഭാഗത്തിനുണ്ടായത്.